ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ 3 മണിക്ക് അടിച്ച് കല്യാണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ കൂട്ടുകാരൻ. അവരെക്കാളും മുമ്പ് ഞാൻ ആദ്യം റെഡി ആയിട്ട് എന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സ്വന്തം കൂട്ടുകാരന്റെ കല്യാണത്തിന് മനോവിഷമം നടക്കുന്ന പിള്ളേരാണ് ഈ കാണുന്നത്. അതിലൊരു കൂട്ടുകാരൻ നമുക്ക് പെണ്ണിലിടാൻ ഒരു മുല്ലപ്പ് വാങ്ങിച്ചിട്ടോടെ നിങ്ങൾ വേണ്ട താലി കെട്ടുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടുകാരാണ് ഈ കാണുന്നത്. താലിയും കെട്ട് റെഡിയായി നിൽക്കണം. താലി കെട്ടുന്ന കൂട്ടുകാരൻ ഫുള്ള് ഹാപ്പി ആയിരുന്നു. ഉറ്റ സുഹൃത്തുക്കളെ ഞങ്ങൾ ഫുള്ള് സങ്കടത്തിൽ. താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിയാണുള്ള ഫോട്ടോഷൂട്ട്. അതിനിടയ്ക്കാണ് എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് എന്റെ കാമുകിക്ക് ഒരു കമ്മൽ വാങ്ങിക്കണം നീ എന്റെ കൂടെ ഒന്ന് വരുമോന്ന്. ഇതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് വീട്ടിലെത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി. അങ്ങനെ 2-3 മണിക്കൂറിൽ യാത്രക്കൊടുവിൽ ഞങ്ങൾ അങ്ങനെ വീടത്തെ ഞങ്ങളൊന്നും നോക്കില്ല. ഞങ്ങൾ നല്ല അലാക്കല് കഴിച്ചതിന് ശേഷം ഫ്രണ്ട്സെ കൂടി കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ മണ്ഡപത്തിലോട്ട് പോയി. ഗുരുവായൂരും താലിയായിട്ട് ഇതുപോലെ നാട്ടുകാരെ കാണിച്ച് ഒരിക്കൽ കൂടി താലി കെട്ടുന്ന കൂട്ടുകാർ. അതൊക്കെ കണ്ട് ചൊറിയും കുത്തിയിരിക്കുമ്പോഴാണ് കല്യാണ പെണ്ണിന്റെ അനിയത്തി അവന്റെ ഫ്രണ്ട്സ് കൂടി ഡാൻസ് കളിച്ചത്. കണ്ടപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഇതൊക്കെ എന്തോന്ന് ഡാൻസ്, എന്റെ ഡാൻസ് കണ്ട് വിറച്ചു പോകും. ശരിയാണ്, അവന്റെ ഡാൻസ് കണ്ട് എല്ലാവരും വിറച്ചു പോകും. അത്രയ്ക്ക് അപരാധമാണ്. അങ്ങനെ ആ പരിപാടികളൊക്കെ ഞങ്ങൾ സദ്യയൊക്കെ വെച്ച് നേരെ എന്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ വീടെത്തി ഒന്ന് ഇരിക്കുമ്പോഴേക്കും അനിയന്മാര് വിളിച്ച് പറഞ്ഞ് വരി റിസപ്ഷന് പോകുന്നത്. അങ്ങനെ ഓഡിറ്റോറിയം എത്തിയപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ ഫുട്ബോൾ കളിച്ചിട്ട് ട്രോഫിയിൽ പിടിച്ച് നിൽക്കണമാര് ഭാര്യനെ പിടിച്ച് നിൽക്കണത്. ഒന്നും കണ്ട് നിൽക്കാൻ വയ്യോടെ ഞാനും എന്റെ അനിയന്മാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. നല്ലൊരു കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.